ഗുരുഎണ്ണത്തിലേക്ക് സ്നേഹവന്ദനം. ഒരു കാടിൻ്റെ വിളുമ്പിൽ ചെറിയൊരു ചാറ്റമഴയത്ത് ഇരിക്കുമ്പോൾ വേദപുസ്തകത്തിലെ ഒരു വരിക്ക് വല്ലാത്ത മുഴക്കം ഉണ്ടാകുന്നു. എനിക്കുള്ളതെല്ലാം നിൻ്റേതാണല്ലോ, തനിക്കൊന്നും നൽകിയില്ല എന്ന് കലമ്പിയ ആ കഥയിലെ മൂത്ത മകനോടൊപ്പം പറയുന്ന ഇതെല്ലാം നിനക്കുള്ളതാണല്ലോ. ഇത്ര പെട്ടെന്നാണ് നമ്മൾ ധനികരാകുന്നത്. നമ്മൾ വിചാരിക്കുന്നു നമ്മൾ പാർക്കുന്ന ആ ഒറ്റമുറി ഫ്ലാറ്റ് അല്ലെങ്കിൽ 6 സെൻറ്റ് മണ്ണ് ഇതൊക്കെ മാത്രമാണ് നമുക്ക് അവകാശപ്പെട്ടതെന്ന്. ഇതെല്ലാം നമ്മുടെ അപ്പൻ്റേതാണ്. യേശു അബ്ബ എന്ന് വിളിക്കാൻ ധൈര്യപ്പെട്ട ആ പ്രപഞ്ച ചൈതന്യത്തിൻ്റെ, ആ പരമചൈതന്യത്തിൻ്റെതാണ്. പുഴ, മരങ്ങൾ, ദൂരെ കാണാവുന്നൊരു മല, പെയ്തുകൊണ്ടിരിക്കുന്ന മഴ ഒക്കെ നമ്മുടേതാണ്. പഞ്ചഭൂതങ്ങളൊക്കെ നമ്മുടേതാണ്. അപ്പൻ ധനികനായതുകൊണ്ട് സ്വയം ധനികൻ അറിയേണ്ട ബാധ്യതയുള്ള മക്കൾ നമ്മൾ തന്നെയാണ്. ഒക്കെ നമുക്കുള്ളതാണ്. വളച്ചു കെട്ടിയ ഇടങ്ങൾ മാത്രം അവനവൻ്റേതാണെന്ന് മനുഷ്യർ സങ്കല്പിക്കുന്ന കാലത്തിൽ കുറെ കൂടി വിശാലമായ ഒരു പ്രാപഞ്ചിക ബോധവും ദൂരക്കാഴ്ചയുമൊക്കെ നമ്മൾ ഉണ്ടാകണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു മഴ പോലും എന്തൊരു അനുഭൂതിയാണ് കൊണ്ടുവരിക. വിശേഷിച്ചും ഈ വേനലിന് ശേഷം പെയ്യുന്ന മഴ, ആഷാഢ ആ ദിനങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ചിലപ്പോൾ ഓർക്കാറുണ്ട്, യേശുവും ഇങ്ങനെ ആദ്യ മഴയിലൊക്കെ ഇങ്ങനെ കുട്ടികളോടൊത്ത് ഉല്ലസിച്ചിട്ടുണ്ടാവും. ദൈവകാരണത്തിന് വേണ്ടി യേശു ഉപയോഗിക്കുന്നൊരു പ്രതീകം പോലും അതാണല്ലോ. എൻ്റെ അപ്പൻ ഇങ്ങനെ ദുഷ്ടന്റെ മേലും ശിഷ്ടന്റെ മേലും ഒരേപോലെ മഴ പെയ്യിക്കുന്നു. ആ മഴ എങ്ങും പെയ്യുന്ന മഴയെ നോക്കി ആ മഹാകാരുണ്യത്തെ ധ്യാനിക്കാനല്ലാതെ ആ മരപ്പണിക്കാരന് വേറെ വഴി എന്താണുള്ളത്? അപ്പോൾ എല്ലാ പ്രതീകങ്ങളും യേശുവിനെ ഓർമ്മിപ്പിക്കുന്നത് ആ അബ്ബായിലേക്ക് തന്നെയാണ്. അതിനെ പൊഴിഞ്ഞു നിൽക്കുന്ന, അതിന് കാരണമായ മഹാചൈതന്യത്തെ നമസ്കരിക്കുവാനായിരുന്നു അവിടുന്ന് എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവുക. വനങ്ങളോടും അവിടത്തേക്ക് താല്പര്യം ഉണ്ടാവണം. തൊഴിലുകൊണ്ട് മരപ്പണിക്കാരനാണ്. പഴയ രീതികളിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പണിയേണ്ടി വരുന്ന, ബാധ്യത ഏറ്റുവാങ്ങേണ്ടി വരുന്ന പണിക്കാർ സ്വാഭാവികമായിട്ട് അതിന് ആവശ്യമുള്ള മരം കൂടി കണ്ടെത്തേണ്ട ബാധ്യത ഉണ്ടാവും. ആ വലിയ തച്ചനുമായിട്ട് ആ ചെറിയ മകൻ ഇങ്ങനെ വനങ്ങൾക്കിടയിലൂടെ അലഞ്ഞിട്ടുണ്ടാവും. വനം എന്തൊരു അനുഭൂതിയാണ് കൊടുക്കുന്നത്, എന്തൊരു സ്നേഹമാണ് വനം തരുന്നത്. എന്തോ നമ്മളെ സദാ പൊതിഞ്ഞു നിൽക്കുന്നൊരു തോന്നൽ ഒരു വനം സമ്മാനിക്കുന്ന കണക്ക് മറ്റെവിടെയാണ് നമുക്ക് കിട്ടുക? ഞാൻ എപ്പോഴും ആ ജോൺസി മാസ്റ്ററുടെ അനുഭവം ഓർമ്മിക്കാറുണ്ട്. അങ്ങനെ ആരും ഇല്ലെന്നൊരു തോന്നലിൽ ഈ മനുഷ്യൻ കാട് കയറുകയാണ്. ഒരുപക്ഷെ ഒരു കടശിക്കളി കണക്ക് തന്നെ വിചാരിക്കുന്നത്. ബോധപൂർവം ആ കൈവിട്ടുള്ള കളിയാണ്. തിരിച്ചു വരണമെന്ന ഒരു അർത്ഥത്തിൽ തന്നെ പോവുകയാണ്. എന്നിട്ടും ഒരു ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് അലയുകയാണ്. ഇങ്ങനെ അലഞ്ഞലഞ്ഞ് നടന്ന് ഒരു 3 ദിവസം കഴിയും. ഇതുവരെ ഉറങ്ങിയിട്ടില്ല. അന്നൊരു മരച്ചോട്ടിലിരിക്കുമ്പോൾ ഇയാൾക്ക് വല്ലാത്തൊരു കാഴ്ചയുണ്ടായി. നോക്കി നിൽക്കെ ആ ചുറ്റിനുമുള്ള മരങ്ങൾ ഉരുകി തുടങ്ങുന്നു. ആ മരങ്ങളെല്ലാം കൂടി ഉരുകി അയാൾക്ക് ചുറ്റും ഒരു മെഴുക്, പച്ച മെഴുകിൻ്റെ ലായനി കണക്ക് എന്തോന്നിങ്ങനെ ഉയർന്നു പൊങ്ങാൻ തുടങ്ങി. അതിങ്ങനെ ഉയർന്ന് അയാൾക്കിങ്ങനെ വല്ലാത്ത ഒരു സമാധി ഉണ്ടായി. ആ ഹരിത സമാധി ഉണ്ടായി. കൊച്ചു കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങുന്ന കണക്ക് മണിക്കൂറുകളോളം, ഒരുപക്ഷെ ഒരു ദീർഘകാലത്തിന് ശേഷം സമാധാനമായിട്ട് ഉറങ്ങുന്ന അന്ന മണിക്കൂറോളം ഉറങ്ങി. അതിനുശേഷം ഞെട്ടിയെണീറ്റപ്പോഴേക്കും ഇങ്ങനെ ഓരോ ഇലകളും അയാളോട് പറഞ്ഞത് സ്നേഹത്തെക്കുറിച്ചാണ്. നിന്നെ സ്നേഹിക്കുന്നു. ഓരോ പച്ചിലകളും പറയുന്നത് അത് തന്നെയാണ്. അതിനുശേഷം അയാൾക്ക് ഓരോ പച്ചിലയോടും എന്തൊരാദരവാണ്. കാരണം തൻ്റെ പ്രത്യേകമായൊരു സന്നിഗ്ധാവസ്ഥയിൽ, തൻ്റെ പ്രത്യേകമായൊരു വരൾച്ചയുടെ നേരത്ത് തന്നെ ഇങ്ങനെ വല്ലാതെ പൊതിഞ്ഞു പിടിച്ച ഒന്നായിട്ടാണ് ഈ കാടിനെ അയാൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയത്. അന്ന് തൊട്ട് ജോൺസ് ജീവിക്കുന്നത് ആ ഇലകൾക്കും ഈ പുഴകൾക്കും പൂക്കൾക്കും ഒക്കെ വേണ്ടിയാണ്. നമുക്കറിയാം പിന്നീടുള്ള ജോൺസ് മാസ്റ്ററുടെ ചരിത്രം. അപ്പോൾ ദൈവാനുഭവം എന്ന് പറയുന്നത് ഒരു സ്നേഹാനുഭവമാണെങ്കിൽ, എന്നെ പൊതിഞ്ഞൊരു സ്നേഹമുണ്ടെന്നുള്ള അറിവാണെങ്കിൽ, അത് ഏറ്റവും കൂടുതൽ ആൾക്ക് വെളിപ്പെട്ട് കിട്ടുന്ന ഇത് കണക്കൊരു പരിസരത്തിലാണ്. എല്ലാം അയാളുടെ മീതെ കനിവോടുകൂടി നിൽക്കുകയാണ്. കൊടിയ വെയിലിൽ നിന്ന് അയാൾക്ക് തണൽ കൊടുക്കുന്നു. ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഇങ്ങനെ അത്യാവശ്യം
എന്ത് ചെയ്യുന്നുണ്ട്, ആഹരിക്കാനായിട്ടുള്ള പഴങ്ങളുണ്ട്, കാട്ടു നെല്ലിക്കകളുണ്ട്. ഇത്രയും ശുദ്ധമായൊരു ജലം നിങ്ങൾക്ക് ലോകത്ത് ഒരിടത്തും കിട്ടത്തില്ല. ഒരു കുപ്പിവെള്ളവും ഇത് കണക്കൊരു ജലത്തിന് പകരമാവില്ല. ഒരു ചെറിയ കുഞ്ഞ് പണ്ട് എഴുതിയ കണക്ക് കുപ്പിയിലടച്ച വെള്ളം എന്ന് പറയുന്നത് കുപ്പിയിലടച്ച മീനെ കണക്കാണ്. കുറേ കഴിയുമ്പോൾ ശ്വാസം വിട്ട് മരിച്ചു പോകും. മീന് മാത്രമല്ല, ജലത്തിനും ശ്വാസം ആവശ്യമുണ്ട്. അപ്പോൾ എന്തൊരു സ്നേഹം കൊണ്ടാണ് ഈ പ്രപഞ്ചം നമ്മളെ പൊതിയുന്നത്. അതുകൊണ്ടായിരിക്കണം വനത്തിലേക്ക് കയറിപ്പോയ മനുഷ്യരാരും മടങ്ങി വന്നത് പോയത് കണക്കല്ല. ഒരു ചെറിയൊരു ഗാർഡൻ്റെ മുമ്പ് പോലും നമ്മുടെ ജീവിതത്തിൽ വല്ലാത്ത വ്യത്യാസം ഉണ്ടാക്കും. ഒരുപക്ഷെ അത്തരം കാട്ടനുഭവങ്ങളുടെ ഒരു പോരായ്മയും അപര്യാപ്തതയാണ് ഇന്ന് ഒരു മലയാളി സമൂഹം എന്ന നിലയിൽ നമ്മൾ അനുഭവിക്കുന്ന കുറേ അധികം ആ ഒരു വയലൻസിന് കാരണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. വയലൻസ് എന്ന് പറയുമ്പോൾ തെരുവ് വീഴുന്ന ചോരയൊന്നുമല്ല. ഒരു മനുഷ്യന് മീതെ ഇത്തരം തീർപ്പുകൾ കൽപ്പിക്കാനായിട്ട്, ഒരു മനുഷ്യന് മീതെ ഇത്തരം കാര്യങ്ങൾ പറയാനായിട്ട്, വിശേഷിച്ചും പൊതുവായിട്ട് ചില കാര്യങ്ങളിൽ ഇത്തരം അഭിപ്രായമൊക്കെ പറയാനായിട്ട് ഉള്ള അരഗൻസ് എവിടെ നമുക്ക് കിട്ടുക? എത്രയോ സഹസ്രം സാത്വികരായ മനുഷ്യർ, എത്രയോ നൂറ്റാണ്ടുകളായിട്ട് ജീവിച്ച ചില ധർമ്മങ്ങൾ ഒന്നോ രണ്ടോ കൈപ്പിഴകളുടെ പേരിൽ ഇത്രയും കഠിനമായിട്ട് നിശ്ചിതമായിട്ട് നേരിടേണ്ടി വരിക എന്ന് പറയുമ്പോൾ അതൊരു ധാർമ്മികതയ്ക്ക് വേണ്ടിയുള്ള മുറവിളിയാണെന്ന് തോന്നുന്നില്ല. അതിങ്ങനെ മറനീക്കി വരുന്ന ഒരു അഗ്രഷനാണ്. മനുഷ്യൻ ഇങ്ങനെ കുറേ കൂടി ഇങ്ങനെ വയലൻ്റ് ആയിക്കൊണ്ടിരിക്കുക അവൻ്റെ വാക്കുകൾക്കകത്തൊക്കെ. എനിക്ക് തോന്നുന്നൊരു കാട്, ഒരു വനമൊക്കെ ഇങ്ങനെ മനുഷ്യനെ കുറേ കൂടി സംയമനത്തോടുകൂടി കാര്യങ്ങൾ കാണാനായിട്ട് സഹായിക്കും. വലിയ ജ്ഞാനസ്ഥാനം തരുന്ന അനുഭവത്തിൻ്റെ പേരാ കാട്. എന്തുകൊണ്ടാണ് അസീസിലെ ഫ്രാൻസിസ് ഇങ്ങനെ വനത്തിൻ്റെ ഉള്ളിലേക്ക് പോയത്? വളരെ ചെറിയൊരു കാലഘട്ടം മാത്രമായിരുന്നു ഈ മനുഷ്യൻ്റെ ജീവിതം. നമുക്കറിയാം, 24 വയസ്സ് തൊട്ട് 44 വയസ്സ് വരെ ആയിരുന്നു ഈ മനുഷ്യൻ്റെ ക്രിസ്തോന്മുഖ ജീവിതം എന്ന് പറയുന്നത്. അതിൽ കൂടുതൽ പങ്കും ഈ മനുഷ്യൻ വനത്തിലായിരിക്കാനായിട്ട് താല്പര്യപ്പെട്ടത്. ചില കാര്യങ്ങളുടെ ഒക്കെ ഒരു ആനുകൂല്യം കൊണ്ട് ഫ്രാൻസിസ് പോയ ആ വനങ്ങളിലോട്ട് ഒന്ന് പ്രവേശിക്കാനായിട്ട്, അതിൻ്റെ പൂമുഖത്ത് ചെല്ലാനുള്ള ഒരവസരം കിട്ടിയിട്ടുണ്ട്. ഉള്ളോട്ട് പോകാനൊക്കെ നമുക്ക് ഇപ്പോൾ പോലും പേടിയാണ്. 2017 പോലും നമുക്ക് അതിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് പറ്റാത്ത വിധത്തിൽ അത്രയും ഇരുണ്ട വനങ്ങളാണ്. അപ്പോൾ ആ ഇരുണ്ട വനങ്ങളിൽ 13-ാം നൂറ്റാണ്ടിലൊരു മനുഷ്യൻ എന്തിനായിരിക്കണം ഇങ്ങനെ മിക്കവാറും അതിലേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത്? ആ സേക്രഡ് സ്പേസിൽ അല്ല എന്താണ് കാണാനായിട്ട് ശ്രമിക്കുന്നത്, കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നത്? യേശുവും ഇങ്ങനെ മരങ്ങളിലേക്ക് പോയിട്ടുണ്ടാവും. ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് വേദപുസ്തകം പറയുന്നുണ്ട്, കൊല്ലപ്പെടുന്ന തലേ രാത്രിയിൽ ആ മരങ്ങൾക്കിടയിലായിരുന്നു, ഒലിവ് മരങ്ങൾക്കിടയിലായിരുന്നു. ആ ഒലിവ് മരങ്ങൾക്കപ്പുറത്തായിട്ട് ആ കെദ്രോൻ താഴ്വരയുടെ ഒരു ഇത്തിരി ഒരു 2-3 ചാല് കടക്കുമ്പോൾ ജെറുസലേം ദേവാലയത്തിൻ്റെ ആ തളമായി, ജെറുസലേം ദേവാലയത്തിൻ്റെ സോക്കോൾഡ് ക്യാമ്പസായി. എന്നിട്ടും ആ രാത്രിയിൽ ആ പള്ളിയങ്കണത്തിലായിരിക്കുന്നതിനേക്കാൾ അവിടുന്ന് ആഗ്രഹിച്ചത് ഈ മരങ്ങൾക്കിടയിലാകാൻ വേണ്ടിയാണ്. ചിലപ്പോൾ ഒരു പള്ളി തരുന്ന അതേ കണക്കുള്ള സാധനങ്ങൾ മരങ്ങൾ തരുന്നുണ്ടാവും. ഈ പച്ച വല്ലാത്ത വിമലീകരണം തരുന്നുണ്ട് നമുക്ക്. പച്ച നമുക്കറിയാം എപ്പോഴും ഇങ്ങനെ ഒരു റെഡിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ടാണ് നമ്മൾ ഈ പച്ച ഉപയോഗിക്കുക. എന്തിനാണ് നമ്മളിങ്ങനെ പച്ച ഏപ്രിനൊക്കെ ഓപ്പറേഷൻ സമയത്ത് ഡോക്ടർമാർ കെട്ടുന്നത്? അല്ലെങ്കിൽ എന്തിനാണ് പച്ച ബെഡ്ഷീറ്റ് അവരിങ്ങനെ കിടക്കയിൽ വിരിച്ചിടുന്നത്? പച്ചയ്ക്ക് എപ്പോഴും അങ്ങനൊരു ഗുണമുണ്ട്, ഇങ്ങനെ ചുവപ്പിനെ നിർവീര്യമാക്കുക. ഒരു തുള്ളി രക്തം ഈ പച്ചയിലേക്ക് വീണ് കഴിയുമ്പോഴേക്കും എത്ര പെട്ടെന്നാണ് ആ പച്ച തവിട്ടായിട്ട് മാറുന്നത്. അപ്പോൾ പച്ചയ്ക്ക് അതിൽ തന്നെ വല്ലാത്തൊരു ജ്ഞാനസ്നാനം എന്ന് പറയുന്ന പ്രക്രിയ ചെയ്യാനുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഓർക്കുന്നുണ്ട്, കുറേ കാലം മുമ്പ് കുറച്ച് ചെറുപ്പക്കാരുമായിട്ട് ഇങ്ങനെ ഒരു കാട് സഹവാസത്തിന് പോയി. അതിനുശേഷം അവർ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞ അനുഭവം ഞാൻ ഒരിക്കലും മറക്കില്ല. അവൻ പറഞ്ഞു, എനിക്ക് വല്ലാത്തൊരു പ്രശ്നമുണ്ട്. എനിക്കിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കൂടെ ഇരിക്കുന്ന സ്ത്രീകൾ, അത് ആരും ആയിക്കോട്ടെ, ചെറിയ കുഞ്ഞോട്ട് വയോധിക വരെ ആവട്ടെ, അവരെ ബുദ്ധിമുട്ടാക്കുക എന്ന് പറയുന്ന ഒരു സ്വഭാവയിൽ എനിക്കുണ്ടായിരുന്നു. എനിക്ക് തന്നെ നിയന്ത്രിക്കാനാവാത്ത വിധത്തിൽ ഒരുതരം ഒബ്സഷൻ കണക്കാണ് എനിക്ക് അനുഭവപ്പെട്ടത്. എന്നിട്ടും ഈ 4-5 ദിവസം ഈ കാടിനകത്ത് നമ്മൾ ചെറിയൊരു കൂടാരം കെട്ടി അപ്പുറവും ഇപ്പുറവും ഒക്കെ പെൺകുട്ടികൾ കിടന്നുറങ്ങുമ്പോൾ എനിക്ക് എൻ്റെ വിരലൊന്നും അവരിലേക്ക് നീട്ടാൻ പോലും തോന്നുന്നില്ല. കാട് എന്നെ ശുദ്ധീകരിച്ചു എന്ന് പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാരൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകിയ ഒരു കാഴ്ച മനസ്സിൽ കിടപ്പുണ്ട്. ഭൂമിയിൽ കുറേ കൂടി പച്ച ഉണ്ടാവട്ടെ. ആ പച്ച ആ മനുഷ്യർക്ക് വലിയ വിമലീകരണം തരും, വലിയ ശുദ്ധീകരണം തരും. ഈ പച്ചയ്ക്ക് പിന്നിൽ ഒരു തീ കത്തുന്നുണ്ട്. വേദപുസ്തകത്തിൽ അത് നമ്മൾ ഭംഗിയായിട്ട് വായിക്കുന്നുണ്ട്. ഇങ്ങനെ മോശ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി കിട്ടിയ വെളിപാടാത്. അയാളിങ്ങനെ
കത്തുന്ന ഒരു മരത്തെ കണ്ടു. മോശ കണ്ട മരം മാത്രമല്ല, എല്ലാ മരങ്ങളും കത്തുന്നുണ്ട്. പ്രണയത്തെക്കുറിച്ച് ഞാൻ വായിച്ചിട്ടുള്ള ഏറ്റവും നല്ല വരികളിലൊന്ന് ഇങ്ങനെ മഴയത്ത് നിന്ന് കത്തുന്ന വൃക്ഷം എന്നാണ്. മഴ പെയ്യുമ്പോഴും ഒരു നനഞ്ഞ വൃക്ഷം കത്തിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നതാണ്. അപ്പോൾ എല്ലാത്തിനു പിന്നിലും ഒരു അഗ്നി ആളുന്നുണ്ട്. ഒരുപക്ഷെ ആ പഴയ നിയമ ബൈബിൾ സൂചനകൾക്കകത്ത് ഏറ്റവും കൂടുതൽ മെഡിറ്റേഷൻ അർഹിക്കുന്ന ഒരു വാക്കാണ് ആ കത്തുന്ന മരം, ആ ബേണിംഗ് ബുഷ് എന്ന് പറയുന്നത്. നമുക്കറിയാം അതിൻ്റെ പശ്ചാത്തലമൊക്കെ. ഒരു 120 വയസ്സുണ്ടായിരുന്ന മനുഷ്യൻ്റെ പേരാണ് മോശ. അയാൾക്ക് ഇങ്ങനെ ഒരു 3 ഘട്ടങ്ങളുണ്ടായിരുന്ന പറയുന്നത്. ആദ്യത്തെ ഒരു 40 വർഷക്കാലം ഈ മനുഷ്യൻ കൊട്ടാരത്തിലായിരുന്നു. ആ രാജകീയമായ ആ ശ്രദ്ധയും പരിചരണവും ഒക്കെ കിട്ടുന്ന വളരെ കൃത്യമായ ഒരു കംഫർട്ട് സോണിലായിരുന്നു. പിന്നീട് 40 വർഷക്കാലം ഇയാളൊരു സാധാരണ പണിക്കാരനായിട്ട് മാറുകയാണ്. ഇത്രോ എന്ന് പറയുന്ന തൻ്റെ ഭാര്യാപിതാവിൻ്റെ ആട്ടിൻപറ്റങ്ങളെയൊക്കെ മേയിച്ച് അങ്ങനെ അലച്ചിൻ്റെ കാലം. ആ കാലത്തിൻ്റെ ഒടുവിലാണ് ഇയാൾക്ക് ഈ കാഴ്ച ഉണ്ടാകുന്നത്. പിന്നീട് 40 വർഷങ്ങൾ ഇയാളിങ്ങനെ വാഗ്ദത്ത ഭൂമി അന്വേഷിച്ചുള്ള യാത്രയാണ്. അപ്പോൾ ആ 2ാം ഘട്ടത്തിൽ 40ാം വർഷത്തിൻ്റെ ഒടുവിലാണ് ഇയാൾക്ക് ഈ കാഴ്ച ഉണ്ടാവുക. ആ കാഴ്ച എങ്ങനെയാണ്, എവിടെ വെച്ചാണ് കിട്ടിയെന്നുള്ളതിനെ കുറിച്ചൊക്കെ യഹൂദർക്കിടയിൽ ഒരു പാരമ്പര്യ കഥയുണ്ട്. മോശയുടെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരാടിനെ കാണാതെ പോയി. അതിനെ തെരഞ്ഞ് മോശ പോകുമ്പോൾ മോശ ഈ ആടിനെ കണ്ടെത്തുന്നത് മരുഭൂമിയുടെ അങ്ങേ ഓരത്ത് ഒരു ഉറവയിൽ നിന്ന് വെള്ളം കുടിക്കുന്നതായിട്ടാണ്. അപ്പോൾ മോശയ്ക്ക് വലിയ മനസ്താപം ഉണ്ടായി. ഈ ഉള്ളിൽ ഇത്രയും ദാഹമുള്ളത് കൊണ്ടാണല്ലോ ഈ ആടിന് ഇങ്ങനെ കൂട്ടം തെറ്റി പോകേണ്ടതായിട്ട് വന്നതും തന്നെത്താൻ ഈ മരുഭൂമിയിലൂടെ ഉറവ അന്വേഷിച്ച് പോകേണ്ടി വന്നതും. അപ്പോൾ ഇത്രയും ആട്ടിൻപറ്റങ്ങൾ സംരക്ഷിക്കാനായിട്ട് എന്നെ ആ പരമചൈതന്യം ഏൽപ്പിച്ചിട്ട് അതിന് ദാഹിക്കുന്നുണ്ടെന്ന് പോലും എനിക്ക് പിടുത്തം കിട്ടിയില്ലല്ലോ. തൻ്റെ ശ്രദ്ധക്കുറവ്, തൻ്റെ പരിഗണനക്കുറവ് കൊണ്ടാണ് ഇങ്ങനെ ആട്ടിൻപറ്റങ്ങൾ കൂട്ടം തെറ്റി പോകുന്നൊക്കെ മനസ്സിലായപ്പോൾ ഈ മനുഷ്യന് വല്ലാത്ത അനുതാപം ഉണ്ടായി. പിന്നെ ഈ ആടിനെ നടക്കാൻ പോലും അനുവദിക്കാതെ തൻ്റെ തോളിൽ ചുമന്നുകൊണ്ട് ഇങ്ങനെ മരുഭൂമിക്ക് കുറുകെ നടന്നു വരുമ്പോഴാണ് അയാൾ അത്ഭുത കാഴ്ച കണ്ടത്. ഇങ്ങനെ കത്തുന്ന ഒരു മരം. ആ കത്തുന്ന മരത്തിൽ നിന്ന് ആ പരമചൈതന്യം അയാളെ തൻ്റെ അരികിലേക്ക് വിളിച്ചു. തീ ആളുന്നുണ്ട്, തീയിലൊന്നും കരിഞ്ഞു പോകുന്നില്ല. ദൈവത്തിന് ഇതിനേക്കാൾ നല്ലൊരു രൂപം എന്ത് വേണം? ദൈവമാണ് ഭൂമിയിലേക്ക് വെച്ച് ഏറ്റവും ശക്തിയുള്ള, ഏറ്റവും താപമോ കത്തിജ്വലിപ്പിക്കാനോ ഒക്കെ കെൽപ്പുള്ള അഗ്നിയാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാത്തത്. എന്നിട്ടോ ആ അഗ്നിയിൽ പെട്ടവർ ആരെങ്കിലും കരിഞ്ഞു പോയിട്ടുണ്ടോ? അപ്പോൾ ദൈവത്തിന് ഇതിനേക്കാൾ നല്ലൊരു മെറ്റഫർ ഇല്ല. ഇങ്ങനെ കത്താതെ കരിയിക്കാതെ നമ്മളെ പൊതി നിൽക്കുന്ന അഗ്നിയുടെ പേരാ ദൈവം. അപ്പോൾ ആ മരത്തിന് പിന്നിലായിട്ട് ഇയാൾ ഈ അഗ്നിയെ കണ്ടു. സ്വാഭാവികമായിട്ട് ഈ മനുഷ്യൻ്റെ ജീവിത വീക്ഷണം മാറുകയാണ്. അയാൾക്കറിയാം ഈ പ്രപഞ്ചത്തിനൊക്കെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന ഒരു ദൈവിക ചൈതന്യം. യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഈ ഷെക്കാൻ എന്നൊക്കെ വിളിക്കുന്ന ഒരു അനുഭൂതി ഉണ്ട്. നമ്മൾ കരുതുന്ന കണക്ക് ആ പ്രപഞ്ചത്തെ പൊതിഞ്ഞുകൊണ്ട് ഈ പരിശുദ്ധാത്മാവ് ഉണ്ടെന്നൊക്കെ പറയുന്ന കണക്കാത്. അത്തരം അനുഭൂതിക്ക് അവർ കൊടുക്കുന്ന പേരാ അത്. ഇപ്പം എന്തിനേയും പൊതിഞ്ഞ് ഇങ്ങനെ ഒരു ദൈവിക സാന്നിധ്യം ഉണ്ടെന്നുള്ള അറിവ്, അത് വല്ലാത്തൊരു ജീവിത വീക്ഷണം, വല്ലാത്തൊരു റെഫറൻസ് ഈ മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. വളരെ കൃത്യമായിട്ട് ആ ശബ്ദം അയാളോട് പറഞ്ഞു, നീ ആരാന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ ആകുന്നവൻ. എൻ്റെ അർത്ഥം ഇങ്ങനെ വിശദീകരണങ്ങൾക്ക് നിരക്കാത്തവൻ, നിർവചനങ്ങൾക്ക് മീതെയായവൻ, നിലനിൽക്കുന്നവൻ എന്നൊക്കെ എൻ്റെ അർത്ഥം. ഞാൻ ആകുന്നു, അയാം. പിന്നീട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ ക്രിസ്തുവും ചിലയിടങ്ങളിലൊക്കെ അത് കൃത്യമായിട്ട് ഈ ഒരു പദം ഉപയോഗിക്കുന്നുണ്ടല്ലോ. നമുക്കറിയാം ആ ഒലിവുമരത്തോട്ടത്തിൽ അവനെ പിടിക്കാനായിട്ട് ഭടന്മാർ വരുമ്പോഴേക്കും കൃത്യമായിട്ട് യേശു പറയുന്ന വാക്കിനകത്ത് ഈ മുഴക്കമുണ്ട്, അത് ഞാനാകുന്നു. പെട്ടെന്ന് നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട് അവനെ പിടിക്കാനായിട്ട് വന്ന ഈ ഭടന്മാർ ഇങ്ങനെ ബോധരഹിതരായി മാറുന്നതായിട്ട്, അവർ നിലം പതിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. കാരണം ആ വാക്കിനകത്ത് ആ പഴയ നിയമത്തിലൊക്കെ മുഴങ്ങുന്ന ഞാനാകുന്നു എന്ന് പറയുന്ന വാക്കിൻ്റെ ഒരു പ്രതിധ്വനി അവർ കേട്ടുകൊണ്ടായിരിക്കണം. ആ വാക്ക് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യർക്ക് ആദരിച്ചേ പറ്റൂ, നമസ്കരിച്ചേ പറ്റൂ. അപ്പോൾ ആ വാക്കാണ് മുഴങ്ങുന്നത്. ദൈവം തന്നെ അങ്ങനെയാണ് നിർവചിക്കുന്നത്, ഞാൻ ആകുന്നവൻ ആകുന്നു. അപ്പോൾ ഈ പറയുന്ന ആ ചൈതന്യം മോശയോട് പറയുന്ന കാര്യം ഇതാണ്, നീ നിൽക്കുന്ന ഇടം ശുദ്ധമാണ്, പരിശുദ്ധമാണ്. മനുഷ്യൻ ചവിട്ടി നിൽക്കുന്ന ഇടം പവിത്രമാണെന്നുള്ളതാണ് ദൈവം നമ്മളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് പവിത്രമാണ്. നമ്മൾ എത്ര ഭംഗിയായിട്ടാണ് അത്തരമൊരു വിചാരത്തിൽ നിന്ന് വഴുതിമാറിക്കൊണ്ടിരിക്കുക. ഇത് ഈ പാർക്കുന്ന ഇടത്തേക്കാൾ പവിത്രമായ മറ്റെന്തെങ്കിലും ഇടമുണ്ടോ? ഈ നിൽക്കുന്നിടം പവിത്രമാണ്. അതുകൊണ്ട് തന്നെ ചെരുപ്പുകൾ അഴിച്ചു മാറ്റാനാണ് പറയുന്നത്. ചെരുപ്പുകൾ അഴിച്ചു മാറ്റാൻ പറയുന്നതിനകത്ത് ഒരു സൂചന കൂടി കിടപ്പുണ്ട്. കാരണം അടിമകൾ ചെരുപ്പുകൾ ധരിക്കാറില്ലായിരുന്നു.
മോശയെ കൊട്ടാരം എടുത്തു വളർത്തി നമുക്കറിയാം. കൊട്ടാരം എടുത്തു വളർത്തിയ കുട്ടിയെന്ന നിലയിൽ, ചെറുപ്പക്കാരനെന്ന നിലയിൽ മോശയ്ക്ക് ഈ പാതകങ്ങളുടെ ആനുകൂല്യം ഉണ്ടായിരുന്നു. ഇപ്പം അയാളുടെ തന്നെ വംശത്തിലേക്ക് മടങ്ങി വരണമെങ്കിൽ ഇപ്പോൾ തടസ്സമായിട്ട് നിൽക്കുന്ന ഈ പാതകങ്ങളാണ്. അത് അഴിച്ചുമാറ്റി വരാൻ വേണ്ടിയാണ് പറയുന്നത്. പക്ഷെ ആ ഒരു പുതിയ കാഴ്ചയോടുകൂടി ഇയാളുടെ ആ ജീവിതത്തിൻ്റെ കാഴ്ച അങ്ങോട്ട് പ്രകാശിക്കുക. എല്ലായിടവും പവിത്രമാണ്. മോശ പിന്നീട് ആ ചെരുപ്പ് ധരിച്ചിട്ടില്ലെന്നൊക്കെയാണ് പാരമ്പര്യം പറയുന്നത്. വെറുതെ ഈ ഒരു അവബോധത്തിലേക്ക് ഉണർത്തുക എന്നുള്ളത് മാത്രമല്ല, കൃത്യമായിട്ട് മോശ ചെയ്യേണ്ട കാര്യം കൂടി പറയുന്നുണ്ട്. അത് ഇങ്ങനെയാണ്: എൻ്റെ ജനതയുടെ നിലവിളി എൻ്റെ ചെവിയിലെത്തിയിട്ടുണ്ട്, നീ അവരെ വിമോചകനാവുക. ഇപ്പം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് ഈ മണ്ണ് പവിത്രമാണ് തിരിച്ചറിയുന്നതുകൊണ്ട് കാര്യങ്ങൾ ഇങ്ങനെ അവസാനിച്ചെന്ന് ആരും കരുതരുത്. ചിലപ്പോൾ അങ്ങനെ ഒരു മിസ്റ്റിക്കലായിട്ടുള്ളൊരു വീക്ഷണം, അങ്ങനെ ഒരു കാഴ്ചയൊക്കെ എല്ലാവർക്കും കിട്ടുന്നുണ്ടാവും, ഇത് പവിത്രമാണെന്നുള്ളത്. പക്ഷേ ഈ പവിത്രമായ ഭൂമിക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ പവിത്രമായ ഭൂമിയുടെ നിലനിൽപ്പിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ആ പവിത്രത തുടരാൻ വേണ്ടി നിങ്ങൾ എന്ത് കൺസ്ട്രക്റ്റീവായിട്ട് നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്? അപ്പം ഒരേ സമയത്ത് ഈ കാഴ്ചയിലേക്ക് ഒരു ജാലകം തുറക്കുകയും ചെയ്യുന്നുണ്ട്, ഒപ്പം ജീവിതാന്ത്യം വരെ കൊണ്ടു നടക്കേണ്ട ഒരു ഉത്തരവാദിത്വം മോശ കിട്ടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ആ മോശയുടെ ജീവിതം ഈ കത്തുന്ന മരത്തിന് മുമ്പിൽ വെച്ച് ഇങ്ങനെ വല്ലാതെ വഴിമാറുന്നത്. 360 ഡിഗ്രിയോ 180 ഡിഗ്രിയോ ഒക്കെ ആ തിരിയുന്നത്. പിന്നീട് ഈ കത്തുന്ന മരമൊക്കെ ആ ക്രിസ്തീയ ഭാവനകളിൽ വളരെ ശക്തമായിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ആളുന്ന തീയിൽ കത്തിപ്പോവാതെ നിന്ന ഒരാൾ, സ്വാഭാവികമായിട്ട് സംഭവിക്കേണ്ട കാര്യങ്ങൾ, ഇങ്ങനെ ഭൗതികമായിട്ട് സംഭവിക്കേണ്ട കാര്യങ്ങൾ സംഭവിക്കാനായിട്ട് സാധ്യതയില്ലാത്ത ഒരാളെന്ന മട്ടിലൊക്കെ മരിയോളജിയിലൊക്കെ ഈ പ്രതീകം നന്നായിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. പിന്നെ ആ കുരിശെന്ന് പറയുന്നത് തന്നെ ഇതല്ലേ, കത്തുന്ന മുൾമരമല്ലേ? വിദേശത്തൊരിടത്ത് ഒരു പള്ളിയിൽ ചെല്ലുമ്പോൾ അവിടെ ക്രൂശിരവുമില്ല എന്ന് ഒരു സങ്കടം എനിക്ക് ആദ്യം തോന്നി. പക്ഷെ വൈകാതെ എനിക്ക് മനസ്സിലായി, ആ ആൾത്താരുടെ പുറകിലായിട്ട് വെച്ചിരിക്കുന്ന ചിത്രം ഈ കത്തുന്ന മുൾപ്പടർപ്പിൻ്റെതാണ്. കത്തുന്ന ആ മരമല്ലേ കുരിശുമരം. അപ്പോൾ ഭൂമി സേക്രട്ട് ആണെന്നും ഓരോ ഇലകൾക്ക് പിന്നിലും അവിടുത്തെ ചൈതന്യം കത്തി നിൽക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞെന്നാൽ പിന്നെ ചെയ്യാവുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ: ഈ അണിഞ്ഞിരിക്കുന്ന പാദരക്ഷകൾ അഴിച്ചു മാറ്റുക. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സോമ്യച്ചൻ എന്ന പേരിൽ അറിയപ്പെടുന്ന നമുക്കൊക്കെ പ്രിയപ്പെട്ട ആചാര്യൻ, അദ്ദേഹം കടന്നുപോയിട്ട് 1 വർഷമാകുന്നു. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വളരെ ഭംഗിയായിട്ട് ഒരു കവി കൂടിയായ അഗസ്റ്റിൻ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്തൊരു അധ്യായം തന്നെ ഇങ്ങനെയാണ്: ഒരു ദിവസം ഈ മനുഷ്യൻ ഇങ്ങനെ വടക്കേ ഇന്ത്യയിൽ ഇങ്ങനെ മരങ്ങൾക്കിടയിലൂടെ നടക്കുമ്പോൾ പെട്ടെന്ന് വല്ലാത്തൊരു അനുഭൂതിയിലേക്ക് വരികയാണ്. പെട്ടെന്ന് ഈ മനുഷ്യന് തോന്നുകയാണ് താൻ ഈ പ്രപഞ്ചത്തിലെ ഒരു ചെറിയൊരു തളിരില മാത്രമാണ്, ചുറ്റിനും ഈ പ്രപഞ്ചം ഈ മനുഷ്യൻ ഇങ്ങനെ പൊതിഞ്ഞു നിൽക്കുകയാണ്. അന്നാണ് സദാനന്ദ് എന്ന പേരിൽ പിന്നീട് അറിയപ്പെടുന്ന സ്വാമി സദാനന്ദ് എന്ന പേരിൽ നമുക്കറിയാവുന്ന, ഒരു പക്ഷേ പേര് കേട്ടാൽ ചിലപ്പോൾ പെട്ടെന്ന് പിടുത്തം കിട്ടിയില്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവും, റാണിമരിയുടെ ഘാതകനെയൊക്കെ ഇങ്ങനെ വല്ലാത്ത മാപ്പെന്ന് പറഞ്ഞൊരു വാക്കിലേക്ക് കൊണ്ടുവന്ന മനുഷ്യൻ. നമുക്കറിയാം, ലോകത്തൊരിടത്തും കേട്ടിട്ടില്ലാത്തൊരു സംഭവമായിരിക്കണം. കുറച്ച് പക്ഷെ നമ്മുടെ വർത്തമാനകാലത്ത് നമ്മൾ കേൾക്കുന്നില്ല. തങ്ങളുടെ കൊല ചെയ്ത മകളുടെ ഘാതകനെ പ്രായമായ അച്ഛനും അമ്മയും ഒക്കെ സ്വന്തം വീട്ടിൽ ഊട്ടുക, അവരുടെ സഹോദരന്മാർ അല്ലെങ്കിൽ പെങ്ങളുടെ കയ്യിൽ രാഖി കെട്ടുക, ഇതിനൊക്കെ കാരണക്കാരനായ മനുഷ്യൻ്റെ പേരാണ് ഈ സദാനന്ദ് എന്ന് പറയുന്ന സ്വാമിജി, പഴയ ഫാദർ മൈക്കിൾ. പിന്നീട് അദ്ദേഹം ഇങ്ങനെ ഒരു ഒറ്റത്തോർത്തും ഒരു ഷോളും മാത്രമൊക്കെ ആയിട്ട് സഞ്ചരിക്കാൻ തീരുമാനിച്ച കാലത്തിൽ അദ്ദേഹം ഈ പേര് മാറ്റിയതാണ്. അപ്പോൾ ആ ഒരു പ്രത്യേക അനുഭവത്തിന് ശേഷം ഈ സദാനന്ദ സ്വാമി പിന്നീട് ചെരുപ്പ് ധരിച്ചിട്ടില്ല. ഭൂമി പവിത്രമാണ്. നമ്മൾ കണ്ടുമുട്ടുമ്പോഴേക്കും അതിന് കാര്യമായ ഭംഗിയൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ആ തീരെ വൃത്തിഹീനമായ ചേരികളായിരിക്കാം, മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കുന്ന പൈപ്പിൽ വെള്ളം പിടിക്കുന്ന ഇടങ്ങളായിരിക്കാം, ഒരുപക്ഷെ ആവശ്യത്തിലേറെ ശബ്ദം മുഴങ്ങുന്ന ഒരു തെരുവോര ചന്തയായിരിക്കാം. പക്ഷെ ഈ ഒരു വട്ടം കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു, എല്ലാ പച്ചമരങ്ങൾക്കും എല്ലാ ഉണക്കമരങ്ങൾക്കും പിന്നിൽ ആ ചൈതന്യം കത്തുന്നുണ്ട്. മനുഷ്യൻ, പ്രപഞ്ചമൊക്കെ ഒരു നിഗൂഢതയാണെന്ന് തിരിച്ചറിയുന്ന ആ നിമിഷം പിന്നെ അനാദരവിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും ഒക്കെ പാദരക്ഷകൾ അഴിച്ചു മാറ്റിയിട്ട് മാത്രമേ നമുക്ക് സഞ്ചരിക്കാൻ പറ്റൂ. മനസ്സുകൊണ്ടെങ്കിലും അത്തരം പാദരക്ഷകൾ അഴിച്ചു മാറ്റാതെ ഒരു സഞ്ചാരം ഇനി സാധ്യമല്ല. അതുകൊണ്ടാണ് 12,000 വർഷം മുമ്പ് ഭൂമിയുടെ അതിരുകളിലേക്ക് തൻ്റെ സാർത്ഥഭാഗ സംഘത്തെ അയക്കുമ്പോൾ ആ മരപ്പണിക്കാരൻ കൊടുത്ത നിർദ്ദേശങ്ങളൊന്നിതായിരുന്നു: യാത്രയ്ക്ക് പോകുമ്പോൾ ചെരുപ്പ് കരുതണ്ട. ഭൂമി വിശുദ്ധമാണ്. ഭൂമി വിശുദ്ധമാണെങ്കിൽ ഭൂമിയിൽ പാർക്കുന്ന മനുഷ്യർ വിശുദ്ധരാണ്. അത്തരം ഒരു പുതിയ കാഴ്ചയോടുകൂടി ലോകത്തെ കാണാനായിട്ടുള്ള പ്രചോദനമുണ്ടാവട്ടെ. അതിനുവേണ്ടിയാണ്
ഇനി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ വിചാരിക്കുന്ന കണക്ക് ഇതത്ര കെട്ട ഭൂമിയൊന്നുമല്ല. മനുഷ്യൻ പാർക്കുന്നിടം അത്ര മോശമല്ല. കൂടെ പാർക്കുന്ന ഒരു പാപികളുമല്ല. എല്ലാവരും ഇങ്ങനെ കൃത്യമായി ദൈവിക മുദ്ര കൊണ്ട് നടക്കുന്ന മനുഷ്യരാണ്. അവരെ നമസ്കരിക്കാതെ കടന്നുപോയി കഴിഞ്ഞെന്നാൽ കഷ്ടമല്ലേ? അവരെ നമസ്കരിക്കാതെ യാത്ര ചെയ്ത് കഴിഞ്ഞെന്നാൽ പിന്നെ എങ്ങനെയാണ് നമ്മുടെ യാത്രകൾ തീർത്ഥയാത്രകളായിട്ട് മാറുക? അതിനൊക്കെ ഉള്ള പ്രകാശമുണ്ടാവട്ടെ. ഭൂമിക്ക് ചുറ്റും ആ തീ ഇപ്പോഴും ആളുന്നുണ്ട്. അതുകൊണ്ട് ആ പാദരക്ഷകൾ അഴിച്ച് മെല്ലെ നടക്കുക, സൗമ്യമായി നടക്കുക, ആദരപൂർവ്വം നടക്കുക. പാദരക്ഷകളില്ലാത്ത സഞ്ചാരത്തിന് കുറഞ്ഞൊരു 3 അർത്ഥമെങ്കിലും കൽപ്പിച്ചു കൊടുക്കാറുണ്ട്. ഒന്നിങ്ങനെ പതുക്കെ നടക്കുക. ജീവിതം ഇത്രയും വേഗത അർഹിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞൊരു കാര്യത്തിന് വിപരീതമാണെന്ന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാകും. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചത് തിടുക്കത്തെക്കുറിച്ചാണ്. ആരും തെറ്റിദ്ധരിക്കരുത്. ഈ തിരക്കല്ല തിടുക്കം. തിടുക്കം എന്ന് പറയുന്നത് വ്യക്തമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഒരാൾ കണ്ടെത്തുന്ന ഒരു വേഗത്തിൻ്റെ പേരാണ് തിടുക്കം. അല്ലാതെ ഇങ്ങനെ പല കാര്യങ്ങളിൽ ചിതറി ഒന്നിനും നേരമില്ലെന്ന് പറഞ്ഞ് ഒരാൾ ഓടി നടക്കുന്ന ആ പ്രക്രിയ പേരാണ് തിരക്ക്. തിരക്കും തിടുക്കവും തമ്മിൽ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. കുറച്ചുകൂടി ആ പതുക്കെ നടക്കുക. എന്തിനകത്തും ഒരു സ്ലോ എന്ന് പറയുന്ന നിയമം നല്ലതാണെന്ന് തോന്നുന്നു. ബുദ്ധ ഒരു മരച്ചുവട്ടിന് താഴെ ഇരുന്ന് ബോധോദയത്തിലേക്ക് ഉണർന്നപ്പോൾ ആ ഉണർവിലോളം അയാൾ ചൊല്ലിയിരുന്ന ആ മന്ത്രം പാലി ഭാഷയിലായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ആ മന്ത്രത്തെക്കുറിച്ചൊക്കെ ആവശ്യത്തിലേറെ തർക്കങ്ങളൊക്കെ ഉണ്ടാവും. പാലി ഒരു മൃതഭാഷയാണ്. എന്നാലും പൊതുവെ കരുതപ്പെടുന്നത് ബുദ്ധ ഒരു വാക്ക് മാത്രമായിരുന്നു ഉരുവിട്ടുകൊണ്ടിരുന്നത്. ആ വാക്ക് ഇതായിരുന്നു: മെല്ലെ മെല്ലെ മെല്ലെ, സ്ലോ സ്ലോ സ്ലോ. ഉച്ചയ്ക്ക് വിശപ്പിന് ഒരു പക്ഷേ ഒരു 3 നെല്ലിക്ക ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ഒരു 3 നെല്ലിക്ക ഒന്ന് മെല്ലെ ഭക്ഷിച്ച് നോക്ക്, ഒരിത്തിരി സമയമെടുത്ത്. പിന്നെ ഒരു കൈക്കുമ്പിളി ജലം ഈ ഉറവയിൽ നിന്ന് ഒന്ന് കോരി കുടിക്കുക. ഒരുപക്ഷെ നമ്മൾ പറയുന്ന മേനി പറയുന്ന ആ എണ്ണമില്ലാത്ത കോഴ്സുകളുള്ള ആ വലിയ ഡിന്നറിനേക്കാൾ ഒരുപക്ഷെ അത് നിങ്ങൾക്ക് ഊർജം തന്നിരിക്കും. എന്തിനകത്തും മനുഷ്യൻ സൂക്ഷിക്കേണ്ട ഒരു അടിസ്ഥാന നിയമമായിട്ട് ഈ മെല്ലെ എന്ന് പറയുന്ന വാക്കിനെടുത്താൽ നല്ലതാണ്. ദാമ്പത്യ ബന്ധങ്ങളിലൊക്കെ ആ വാക്ക് എത്ര പ്രധാനപ്പെട്ടതാണെന്ന് ഗൃഹസ്ഥർക്കറിയാം. മെല്ലെ. എന്തിനകത്തും ആ കുറെ കൂടി പതുക്കെയുള്ള ഒരു ജീവിതം സാധ്യമാണ്. മെല്ലെ നടക്കാനും സൗമ്യമായിട്ട് നടക്കാനും ആദരപൂർവ്വം നടക്കാനും ഒക്കെ ആ പരാശക്തി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നീ നിൽക്കുന്നിടം ശുദ്ധമാണ്, അതുകൊണ്ട് ചെരുപ്പുകൾ അഴിച്ചു മാറ്റുക. ഭൂമി കുറെ കൂടി മെച്ചപ്പെട്ട ഇടമാകാൻ വേണ്ടി, അല്ലെങ്കിൽ ഇതേപോലെ നിലനിൽക്കാൻ വേണ്ടിയെങ്കിലും നമ്മൾ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്? വരും ഈ ദിവസങ്ങളിൽ അങ്ങനെയൊരു ദിവസം, ജൂൺ 5 ഈ പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള ദിവസമാണ്. അന്നൊരു മരം നട്ടതിനകത്ത് കാര്യങ്ങൾ അവസാനിച്ചാൽ മതിയോ? കുറെ കൂടി ഈ ഭൂമിയുടെ മീതെ ശ്രദ്ധയുണ്ടാവട്ടെ. കാരണം അത് അവൻ്റെ ആലയമാണ്. ആ വലിയ അർത്ഥത്തിൽ അവൻ്റെ പാദമുദ്രകൾ പതിഞ്ഞിട്ടുള്ള തിരുശേഷിപ്പാണ് ഭൂമി. നമുക്ക് മണ്ണിനെ നമസ്കരിക്കാം, മനുഷ്യരെ നമസ്കരിക്കാം, അവരുടെ പിന്നിലെ അവരെ കത്തിക്കാതെ ആളുന്ന അഗ്നിയെ നമസ്കരിക്കാം. ആമേൻ. നമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.